തിരുവനന്തപുരത്ത് സൂസിയുടെ നേതൃത്വത്തിലുള്ള ആശമാർ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് തലമുണ്ടനം ചെയ്താണ് അവരുടെ പ്രതിഷേധം. പെരുന്നാളിനന്ന് തലമുണ്ടനം ചെയ്താണ് പ്രതിഷേധം. ഇനിയും പ്രതിഷേധിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. ഈ തലമുണ്ടനം ചെയ്തുള്ള പ്രതിഷേധത്തെക്കുറിച്ച് സംസ്ഥാനത്തെ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ആ പ്രതികരണം വായിക്കേണ്ടതാണ്. ചർച്ച ചെയ്യപ്പെട്ട പ്രതികരണമാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം നടത്തിയവർ പ്രതിഷേധിക്കേണ്ടത് ഡൽഹിയിലാണെന്നാണ്. മാത്രമല്ല, ഈ മുണ്ടനം ചെയ്ത മുടി BJPയുടെ പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന്, അത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ചേർന്ന് കേന്ദ്ര സർക്കാരിന് കൊണ്ടെത്തിച്ചു കൊടുക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട്. അതിന് കുറിപ്പ് ഇങ്ങനെയാണ്: സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം നടത്തിയവർ പ്രതിഷേധിക്കേണ്ടത് ഡൽഹിയിലാണ്. വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണം. BJPയുടെ പ്രാദേശിക ജനപ്രതിനിധികൾ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടയും റെയിൻകോട്ടും കൊടുത്തതുകൊണ്ടൊന്നും ആശാ വർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. കേന്ദ്ര തൊഴിൽ നിയമപ്രകാരം ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കർമാർക്ക് തൊഴിലാളി എന്ന പദവി നൽകണമെന്നും അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രിക്ക് കത്തയച്ചിട്ട് ദിവസങ്ങളായിട്ടും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ആർജവമുണ്ടെങ്കിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ ആവശ്യം നടത്തിയെടുക്കണം. ആശ കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതിനാൽ ഇൻസെൻറ്റീവ് നൽകുന്നതിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവും ഫണ്ട് നൽകുന്നു. 3000 രൂപയായി നിശ്ചയിച്ച ഫിക്സഡ് ഇൻസെൻറ്റീവ് തുകയിൽ 1800 രൂപ കേന്ദ്രവും 1200 രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത്. കൂടാതെ സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ 7000 രൂപയുടെ ഓണറേറിയം കൂടി നൽകുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അല്ലാതെ കേന്ദ്രം പങ്ക് നൽകുന്ന ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സമരക്കാർ പറയുന്നില്ല. ഇത് ഇരട്ടത്താപ്പാണ്. ആശാ വർക്കർമാർക്കായി ഓണറേറിയം ആദ്യമായി പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. UDF സർക്കാരിൻ്റെ കാലയളവിൽ 1000 രൂപ മാത്രമായിരുന്നു പ്രതിമാസ ഓണറേറിയം. എന്നാൽ LDF സർക്കാരിൻ്റെ കാലത്ത് 7000 രൂപയെ വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാർക്ക് 7000 രൂപ മാത്രമാണ് ലഭിക്കുന്നത് എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. നിശ്ചിത നിബന്ധനകൾ പ്രകാരം ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെ 13,200 രൂപ വരെ ലഭ്യമാണ്. അതിൽ 10,000 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണെന്നും ഓർക്കണം എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത്. സുപ്രധാന കാര്യമാണ്. ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വെച്ച് മുണ്ടനം ചെയ്ത് ആ മുടി BJPയുടെ പ്രതിനിധികളെത്തി അത് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. മാത്രമല്ല, ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും ആർജവമുണ്ടെങ്കിൽ ഇവിടുന്ന് വ്യക്തമായി കത്ത് പോയിട്ടുണ്ട്. ആശാ വർക്കർമാരെ തൊഴിലാളികളുടെ പരിഗണിക്കണമെന്ന്, അത് നടപ്പിലാക്കി എടുക്കാനുള്ള ആർജവം അവർ രണ്ടുപേരും കാണിക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും നോക്കി വെല്ലുവിളിച്ചിട്ടുമുണ്ട്. സുപ്രധാനമായ ഒരു നിലപാടാണ് സംസ്ഥാന തൊഴിൽ മന്ത്രി ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ എടുത്തിട്ടുള്ളത്. അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ്. അത് കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടതെന്നും മന്ത്രി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.